ഏവർക്കും നമസ്കാരം. 2025 നടക്കുന്ന രണ്ട് വലിയ രാശിമാറ്റങ്ങളാണ് മഹാശനിമാറ്റവും മഹാവ്യാഴമാറ്റവും. ശനിയുടെ മാറ്റം മാർച്ച് 29 തീയതിയും വ്യാഴത്തിൻ്റെ മാറ്റം മെയ് 14 തീയതിയുമാണ് നടക്കുക. കഴിഞ്ഞ 2.5 വർഷമായി തൻ്റെ ക്ഷേത്രമായ കുംഭത്തിൽ ശനി സഞ്ചരിച്ച് വരികയാണ്. എന്നാൽ മാർച്ച് 29 തീയതി ശനി കുംഭരാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിൽ പ്രവേശിക്കും. തുടർന്ന് 2.5 വർഷം, അതായത് 2027 ജൂൺ 3 തീയതി വരെയും ശനി വ്യാഴക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും. 2.5 വർഷം മീനരാശിയിൽ സഞ്ചരിക്കുന്ന ശനി ഓരോ കൂറുകാർക്കും അതിലെ നക്ഷത്രജാതർക്കും പലതരത്തിലുള്ള അനുഭവങ്ങളാകും നൽകുക. ചിലർക്ക് ശനി തൻ്റെ രാശിമാറ്റത്തിലൂടെ വളരെ ഭാഗ്യവും രാജയോഗവും നേട്ടങ്ങളും അംഗീകാരങ്ങളും പദവിയും എല്ലാം നൽകുമ്പോൾ ചിലർക്ക് അനിഷ്ടഫലങ്ങളെയും ദോഷങ്ങളെയും നൽകാം. എന്നാലും ഒരു കാര്യം അറിയുക, സർവീശ്വരകാരകനും ദേവഗുരുവും ആയ വ്യാഴം ശനിയുടെ സമൻ അഥവാ മിത്രസ്ഥാനം വഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ശനി അത്ര കണ്ട് അപകടകാരി ആകുന്നില്ല. മറിച്ച് ശത്രുക്കളായ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ശനി ഏറെ അനിഷ്ടനും അപകടകാരിയും ദോഷകാരിയും ആകുന്നു. തൽഫലമായി ക്രൗര്യവും വർദ്ധിക്കുന്നു. എന്നാൽ പരമസാത്വികനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായതിനാലും വ്യാഴം ശനിയുടെ മിത്രം ആകയാലും ഈ ക്ഷേത്രത്തിൽ ശനി അത്ര കണ്ട് ദോഷം വിതയ്ക്കില്ല. അപ്പോൾ ശനിയുടെ ഈ രാശിമാറ്റം കന്നിക്കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് ഇന്ന് വിശകലനം ചെയ്യാം. ഉത്തരം, മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിൽ വരുന്നത്. നിലവിൽ ശനി ഈ കൂറുകാരുടെ ഇഷ്ടഭാവമായ 6-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 6-ാം ഭാവം എന്നത് ശനിയുടെ ഇഷ്ടഭാവമാകയാൽ ഇവർക്ക് ഗുണാനുഭവങ്ങളെ ശനി നൽകി വന്നിരുന്നു. എന്നാൽ മാർച്ച് 29 തീയതി ശനി ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിൽ നിന്നും 7-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. 7-ാം ഭാവം എന്നത് കേന്ദ്രഭാവം ആകുന്നു. ശനി 7-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലം കണ്ടകശനിക്കാലം എന്നാണ് അറിയുന്നത്. അതായത് ഫലത്തിൽ കന്നിക്കൂറുകാർക്ക് ശനിയുടെ ഈ രാശിമാറ്റത്തോടുകൂടി കണ്ടകശനി ആരംഭിക്കുന്നു. 7-ാം ഭാവം എന്നത് കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത്. പ്രണയം, വിവാഹം, ദാമ്പത്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാണ് ഈ 7-ാം ഭാവം. ശനി ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. അതായത് ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ, കളത്ര പുത്രവിരഹം, കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ, അപവാദം എന്നിവയ്ക്കെല്ലാം സാധ്യത ഉള്ള കാലമാണ് ശനി 7-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലം. ഭാര്യ ഭർത്തൃബന്ധത്തിൽ വിശ്വാസ്യതയ്ക്ക് പല കാരണങ്ങളാലും വിള്ളൽ വീഴാനും അത് കുടുംബ ബന്ധങ്ങളിൽ മാനസികമായ അകൽച്ച, വിരഹം എന്നിവയ്ക്കെല്ലാം വഴിവയ്ക്കാവുന്ന കാലവും ആണ് ഇത്. കർമ്മരംഗത്തും വ്യക്തിജീവിതത്തിലും എല്ലാം പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, പരാജയങ്ങൾ, അത് സൃഷ്ടിക്കുന്ന മാനസികമായ സംഘർഷങ്ങൾ, ആകുലതകൾ എന്നിവയ്ക്കെല്ലാം സാധ്യതയുള്ള കാലമാണ് ഇത്. സദാചാര ലംഘനം, നിയമവിരുദ്ധമായ പ്രവൃത്തികൾ, ലഹരി തുടങ്ങിയ പ്രലോഭനങ്ങളിൽ വരെ അകപ്പെട്ടു പോകാനുള്ള സാഹചര്യങ്ങൾ ഈ സമയത്ത് ഉടലെടുക്കാറുണ്ട്. ഈ സമയത്ത് മിഥ്യാപവാദങ്ങൾക്കും ദുഷ്കീർത്തിക്കും സാധ്യത ഏറെയാണ് എന്ന് അറിയുക. ശനി എന്നത് ചിങ്ങക്കൂറുകാരുടെ 5-ാം ഭാവാധിപനും 6-ാം ഭാവാധിപനും ആകുന്നു. 5-ാം ഭാവം എന്നത് സന്താനം, വിദ്യാഭ്യാസം, പഠനം, ബുദ്ധിശക്തി, ഓർമ്മശക്തി, ഉപാസനാമൂർത്തികൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു. എന്നാൽ 5-ാം ഭാവാധിപൻ അനിഷ്ടനാകുമ്പോൾ അത് സന്താനക്ലേശം, വിദ്യാതടസ്സം, പഠനത്തിലൊരു ഏകാഗ്രതയില്ലായ്മ, താൽപ്പര്യക്കുറവ് എന്നിവയ്ക്കെല്ലാം സാധ്യത ഉണ്ടാകുന്ന കാലമാണ് ഇത്. കൂടാതെ ഈശ്വരകടാക്ഷവും ഈ സമയത്ത് മറയാം. ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിൽ വരുന്നത്. ഇതിൽ ഉത്തരം എന്നത് സൂര്യൻ്റെയും അത്തം എന്നത് ചന്ദ്രൻ്റെയും ചിത്തിര എന്നത് ചൊവ്വയുടെയും നക്ഷത്രങ്ങൾ ആകുന്നു. ഈ 3 ഗ്രഹങ്ങളും ശനിയുടെ ശത്രുഗ്രഹങ്ങളും ആകുന്നു. അതുകൊണ്ട് തന്നെ കണ്ടകശനിക്കാലം കന്നിക്കൂറുകാർക്ക് പൊതുവെ കഠിനം ആകാം. എങ്കിലും ഗ്രഹനിലയിൽ ക്ഷേത്രബലം, ഭാവബലം, ശുഭയോഗങ്ങൾ എന്നിവയുണ്ടെങ്കിൽ ശനി ദുരിതങ്ങൾക്ക് കുറവ് വരുമെന്നും അറിയുക. മറിച്ച് ശനി പാപയോഗത്താലോ നീചക്ഷേത്രത്തിലോ നിന്നാൽ ശനിദോഷങ്ങൾക്ക് കാഠിന്യം വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിലവിൽ ഗ്രഹനിലയിൽ അശുഭനായ ശനിയുടെ ദശാപഹാരങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കും ഈ കണ്ടകശനിക്കാലം പ്രയാസവും ക്ലേശകരവും ആയി ഭവിക്കാം. ശനി നൽകുന്ന ദോഷങ്ങൾക്ക് പരിഹാരമായി ശനീശ്വരനെയും ശനിയുടെ അധിഷ്ഠാന ദേവതയായ ശാസ്താവിനെയും ഭജിക്കുക. ശനിയാഴ്ചകളിൽ ശനി ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. നീരാജനം വഴിപാടായി കഴിക്കുക.
സാത്വിക ചിന്തകൾ വെച്ച് പുലർത്തുക, ആത്മീയ ചിന്തകൾ മനസ്സിൽ വളർത്തുക. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.